എന്താ നോക്കണത്? അതായത് ഈ എന്തെങ്കിലും എഴുതല്ലോ പിന്നെന്താ? എന്ത് ഫിസിക്സ് നോട്ട് കംപ്ലീറ്റ് ആക്കണ്ടാവും, മാത്സ് ഉണ്ടാവും, കൊറേ എഴുതാണ്ട്. ബുക്ക് ചെയ്തല്ലോ? ബുക്ക് ഇല്ല. ബുക്ക് ചെയ്തില്ല. പിന്നെ ഫിസിക്സ് ഇതൊക്കെ എന്താണ്? ബുക്ക് തന്നെയല്ലേ, നോട്ട് അതല്ല ഉദ്ദേശിച്ചത്. ഞാനോട് ചോദിച്ചെന്താ? പോട്ടെ പറ. തോറ്റ്. എപ്പോഴും പിന്നെ അല്ലെങ്കിൽ തോൽക്കലാണല്ലോ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ എന്തെങ്കിലും ഒരു നോവൽ അല്ലെങ്കിൽ ഒരു ഫിക്ഷണൽ സ്റ്റോറി ഒക്കെ ചെയ്തല്ലോ? ഇല്ല, എനിക്കറിയില്ല, അങ്ങനെ അറിയില്ല. സാഹിത്യപരമായിട്ട് വല്ല എന്റെ ലൈൻസ് ഒക്കെ ഇങ്ങനെ ജസ്റ്റ് നമുക്ക് തോട്ട്സ് എന്തെങ്കിലും വരുമ്പോ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ രണ്ട് കോട്ട് പോലെ എന്തെങ്കിലും ഒക്കെ എഴുതൂലേ, അങ്ങനൊക്കെ എഴുതുന്നല്ലാതെ. ബാക്കി പറയേ, എന്താ കാര്യം പറയും. അപ്പൊ അതായത് ഇപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ബുക്ക് എഴുതുന്ന സമയത്ത് ഈ ഗൂഗിളിൽ എന്തെങ്കിലും നോക്കുവോ ഏതെങ്കിലും എഴുതാനുള്ളതൊക്കെ? ഇപ്പൊ ഇംഗ്ലീഷ് എഴുതണേ ഗ്രാമറിന് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നുണ്ടോ അങ്ങനെ നോക്കും. അതൊക്കെ അല്ലാണ്ട് വേറെ ഹെൽപ്പ് അങ്ങനെ ഗൂഗിളിൽ എടുക്കണമെന്നില്ല. സംഭവം ഞാൻ ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാല്, ജപ്പാനില് റൈ കുഡാൻ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുണ്ട്. ഒരു 33 വയസ്സെന്തോ ആയി. അപ്പൊ ആ കുട്ടിക്ക് ഇപ്പൊ ഒരു അവാർഡ് കിട്ടി. ആ അവാർഡിന്റെ പേരിൽ ഇപ്പൊ ജപ്പാനിൽ ഭയങ്കര വിവാദം നടക്കുക. അവാർഡ് കിട്ടിയ വിവാദം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ എനിക്ക് ഞാനൊരു അവാർഡ് തന്നു. ഇപ്പൊ ഒരു അവാർഡ് തന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു സ്പീച്ച് ഉണ്ടാവുമല്ലോ. ആ സ്പീച്ചിൽ അപ്പൊ ഈ അവാർഡിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളൊക്കെ പറയും. അവാർഡ് കിട്ടിയ കാര്യങ്ങൾ അല്ലെ. അപ്പൊ ആ കുട്ടിക്ക് അവാർഡ് കിട്ടിയ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുട്ടി ഒരു നോവൽ പബ്ലിഷ് ചെയ്ത്, ഒരു ഫിക്ഷണൽ നോവലാണ് പബ്ലിഷ് ചെയ്തത്. അപ്പൊ ആ കുട്ടി സ്പീച്ചിൽ പറഞ്ഞ ഒരൊറ്റ ഡയലോഗാണ് ഇത്രയും വലിയ വിവാദം ഉണ്ടാക്കിയത്. ഒരേ ഡയലോഗ് പറഞ്ഞിട്ടുള്ളൂ. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആ കുട്ടി പറഞ്ഞ്, ഞാൻ ഈ എഴുതിയ നോവലില് 5% ചാറ്റ് GPT ഉപയോഗിച്ചാണ് ഞാൻ എഴുതിയെന്ന് പറഞ്ഞു. ഫിക്ഷണൽ നോവൽ ചാറ്റ് GPT ഉപയോഗിച്ച്. സത്യമാണ് പറഞ്ഞത്. കാരണം ഞാൻ വായിച്ചപ്പോ ഞെട്ടിപ്പോയി. ഒന്ന് ആലോചിച്ച് നോക്ക്. വെച്ചിട്ട് കുറെ ടെക്നോളജി നമുക്കറിയാം, നമ്മളെ എത്രയോ കോണ്ടന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ചാറ്റ് GPT വെച്ചിട്ട് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്ത് ആ ബുക്കിന് അവാർഡ് കിട്ടി. അതുമല്ല, ആ കുട്ടിക്ക് കിട്ടിയ അവാർഡാണെന്നുണ്ടെങ്കിൽ ജപ്പാനിലെ ഏറ്റവും വാല്യുബിൾ ആയ അവാർഡാണ്. അതായത് ഈ സാഹിത്യപരമായിട്ടുള്ള കുറെ അവാർഡുകളൊക്കെ ഉണ്ടാവും, ഇനി എന്തൊക്കെ പേരുകളൊക്കെ ഉണ്ട്. ആ അവാർഡിൽ ഏറ്റവും വാല്യുബിൾ ആയ അവാർഡാണ് ഈ കുട്ടിക്ക് കിട്ടിയത്. അപ്പൊ അതിന് കിട്ടിയ കാരണത്തില് ഒരു പ്രധാന പങ്ക് ഈ ചാറ്റ് GPTക്ക് ഉണ്ട്. അപ്പൊ സീനാണല്ലോ. ഇല്ല, ഇപ്പൊ അവാർഡ് മേടിച്ചെന്നല്ല, ഇപ്പൊ ഭയങ്കര വിവാദം നടക്കുന്നുണ്ട്. പക്ഷെ ആ കുട്ടി എഴുതിയ നോവൽ ഉണ്ടല്ലോ, ഫിക്ഷണൽ നോവൽ. അപ്പൊ ആ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്തോ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ് കുട്ടി സെലക്ട് ചെയ്തത്. അപ്പൊ അതെന്താ വെച്ച് കഴിഞ്ഞാൽ കുറെ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഏതൊരു ടീം പറഞ്ഞിരിക്കണേ. അതുകൊണ്ട് തന്നെ അപ്പൊ അത് എന്തായാലും റിജക്ട് ചെയ്യൂല, ആ ബുക്ക് വേണ്ടാന്ന് എന്തായാലും വെക്കൂല. പിന്നെ ചാറ്റ് GPT ഉപയോഗിച്ചിട്ട് ഇങ്ങനത്തെ ഒരു ടെക്നോളജി ഉണ്ടെന്ന്, അല്ലെങ്കിൽ ചാറ്റ് GPT ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പറ്റുന്ന കുട്ടി തെളിയിച്ചല്ലോ. ഇപ്പൊ നാളെ എനിക്കിപ്പോ ഇപ്പൊ ഞാൻ എന്നോട് നാളെ എന്തെങ്കിലും ഒരു സാധനം എഴുതി വരാൻ വേണ്ടി പറഞ്ഞു, ഒരു സ്ക്രിപ്റ്റ് എഴുതി വരാൻ പറഞ്ഞു. ഇപ്പൊ നമുക്ക് ഷൂട്ടിന് ഒരു സ്ക്രിപ്റ്റ് കോപ്പി ചെയ്യുന്ന പോലെയല്ലേ? ഒരു തരത്തിൽ അത് കോപ്പി, പക്ഷെ ചിലപ്പോൾ അത് എക്സാക്ട് ആയിട്ട് ആവൂല എഴുതിയത്, എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ മേ ബി അത് ചിലപ്പോൾ അതേപോലെ എഴുതിയിട്ടുണ്ടാവും. എന്നാലും ആലോചിച്ചു. പക്ഷെ ആ കുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്, 5% ചാറ്റ് GPT, അപ്പൊ ബാക്കി 95% കുട്ടി എഴുതിയതാണ്. അപ്പൊ എന്നാലും അതില് പക്ഷെ ആ കുട്ടി പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അനക്കാണ് ഈ പ്രശ്നം നടക്കുന്നത്, അനക്ക് അവാർഡ് കിട്ടി, ഈ പറഞ്ഞ സ്പീച്ചിൽ ഇത് പാളിപ്പോയി എന്ന് പറഞ്ഞാൽ ഇതിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇത്രയും വിവാദം നടക്കുമ്പോ ഈ എങ്ങനെ റിയാക്ട് ചെയ്യാം? എനിക്കൊരു ടെൻഷൻ ഉണ്ടാവും. എന്താ ചെയ്യാ? അപ്പൊ എന്തായാലും ന്യായീകരിക്കാൻ നോക്കുമല്ലോ ഞാന്. എങ്ങനെ അത് ഞാൻ 5% ഉള്ളൂ, ബാക്കിയൊക്കെ ഞാനാണ് എഴുതിയത്, അതിലിപ്പോ എന്താ തെറ്റ്? അങ്ങനെ നമ്മൾ ഗൂഗിൾ നോക്കല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞാണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുമല്ലോ. പക്ഷെ അപ്പൊ ഈ ഇപ്പൊ കുറെ ആൾക്കാർ എന്നോട് ചോദിച്ച്, ഇത് ഒഴിവാക്കണം അല്ലെങ്കിൽ ഇത് നിർത്തണം, ഇനി മുതൽ ഇങ്ങനെ ചാറ്റ് GPT ഉപയോഗിച്ച് എഴുതരുത് എന്ന് പറഞ്ഞു. ഇത്തരം നോവലുകൾ ചാറ്റ് GPT ഉപയോഗിച്ച് എഴുതരുത്, ഇങ്ങനെ അവാർഡ് പറയുന്നൊക്കെ പറഞ്ഞാല് എന്താ ചെയ്യാ? പേടിക്കും. അപ്പൊ ഞാൻ പക്ഷെ ആ കുട്ടി ചെയ്തെന്താ വെച്ചാല്, ആ കുട്ടി പറഞ്ഞില്ല. ആ കുട്ടി പറഞ്ഞ് ഇത്രയും വിവാദങ്ങൾ ഉണ്ടായിട്ടും അതിന്റെ ഇടയിൽ ആ കുട്ടി പറഞ്ഞത് ശരി, ഇനിയും AI ടൂൾ ഉപയോഗിച്ചിട്ട് ഫിക്ഷണൽ നോവൽ എന്നല്ല, AI ടൂൾ ഉപയോഗിച്ചിട്ട് ഇനിയും എഴുതുന്ന ആ കുട്ടി ഉറപ്പിച്ചു പറഞ്ഞു. അപ്പൊ ആ കുട്ടിന്റെ ഒരു കോൺഫിഡൻസ് ആലോചിച്ച് വെക്കുക. ഒന്നുമില്ലെങ്കിലും ആ കുട്ടി എഴുതിയിട്ട് എത്ര ആളുകൾ എഴുതിയിട്ടുണ്ടാവും, അതിൽ നിന്ന് ആ കുട്ടിക്ക് ഒരു അവാർഡ് വരെ കിട്ടില്ല. പക്ഷെ ഇതിൽ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കണം, ആ കുട്ടി തമ്മിലുള്ള വ്യത്യാസം എന്താ അറിയോ? മനസ്സിലായില്ലേ? ഇജ് പേടിച്ച് പറഞ്ഞു, അയ്യോ സോറി ഞാൻ ഒരിക്കലും ചെയ്യില്ല. എന്തായാലും ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് കെൻവി ഡിജിറ്റൽ അക്കാഡമി സബ്സ്ക്രൈബ് ചെയ്യാം.